ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th പ്രിലിംസ് കമ്പനി ബോർഡ് LGS ബെഫ്കോ LED VFE പോലുള്ള എക്സാംസിനുള്ള 100 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. മോസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം. 1588 ഇംഗ്ലണ്ടിനെ ആക്രമിക്കാനായി സ്പെയിനിൽ നിന്ന് പുറപ്പെട്ട വൻ കപ്പൽ സമുച്ചയം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? 1588 ഇംഗ്ലണ്ടിനെ ആക്രമിക്കാനായി സ്പെയിനിൽ നിന്ന് പുറപ്പെട്ട വൻ കപ്പൽ സമുച്ചയം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സ്പാനിഷ് അർമാഡ എന്നാണ് 1588 ഇംഗ്ലണ്ടിനെ ആക്രമിക്കാനായി സ്പെയിനിൽ നിന്ന് പുറപ്പെട്ട വൻ കപ്പൽ സമുച്ചയം അറിയപ്പെടുന്നത്. ഈ കപ്പലിനെ അയച്ചത് ഫിലിപ്പ് രണ്ടാമനാണ് സ്പാനിഷ് അർമാഡയെ അയച്ചത്. രണ്ടാം ലോക യുദ്ധകാലത്തെ ദുരിത കാഴ്ചകൾ വിവരിക്കുന്ന ദി ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന വിഖ്യാത കൃതി ആരുടേതാണ്? രണ്ടാം ലോക യുദ്ധകാലത്തെ ദുരിത കാഴ്ചകൾ വിവരിക്കുന്ന ദി ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന വിഖ്യാത കൃതി ആരുടേതാണ്? ആൻ ഫ്രാങ്കിൻ്റേതാണ് ദി ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന വിഖ്യാത കൃതി. ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം ലോകസമാധാനം ലക്ഷ്യമിട്ട് 1920 സ്ഥാപിതമായ അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം ലോകസമാധാനം ലക്ഷ്യമിട്ട് 1920 സ്ഥാപിതമായ അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ലീഗ് ഓഫ് നേഷൻസ് അല്ലെങ്കിൽ സർവ്വരാജ്യ സഖ്യം. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ രേഖയായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ രേഖയായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? സൈറസ് സിലിണ്ടറാണ് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ രേഖയായി കണക്കാക്കപ്പെടുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിഭാഗം ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിഭാഗം ഏതാണ്? രക്ഷാസമിതിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനാധിപത്യ വിരുദ്ധ ഘടകമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിഭാഗം. അന്താരാഷ്ട്ര സാമ്പത്തിക സാമൂഹിക സഹകരണവും വികസനവും നടപ്പിലാക്കാൻ ഐക്യരാഷ്ട്ര പൊതുസഭയെ സഹായിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? അന്താരാഷ്ട്ര സാമ്പത്തിക സാമൂഹിക സഹകരണവും വികസനവും നടപ്പിലാക്കാൻ ഐക്യരാഷ്ട്ര പൊതുസഭയെ സഹായിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? എക്കോണമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ അല്ലെങ്കിൽ എക്കോസോക്ക് എന്ന് പറയും. എക്കോണമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ എക്കോസോക്കാണ് അന്താരാഷ്ട്ര സാമ്പത്തിക സാമൂഹിക സഹകരണവും വികസനവും നടപ്പിലാക്കാൻ ഐക്യരാഷ്ട്ര പൊതുസഭയെ സഹായിക്കുന്ന പ്രധാന ഘടകം. 1946 ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യത്തെ പ്രത്യേക ഏജൻസിയായി മാറിയ അന്താരാഷ്ട്ര സംഘടന ഏതാണ്? 1946 ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യത്തെ പ്രത്യേക ഏജൻസിയായി മാറിയ അന്താരാഷ്ട്ര സംഘടന ഏതാണ്? അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനാണ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയാണ് 1946 ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യത്തെ പ്രത്യേക ഏജൻസിയായി മാറിയ അന്താരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ പ്രസക്തി നഷ്ടപ്പെട്ട ഘടകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ പ്രസക്തി നഷ്ടപ്പെട്ട ഘടകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ്? ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ പ്രസക്തി നഷ്ടപ്പെട്ട ഘടകമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചരിത്രത്തിൽ പദവി രാജിവെച്ച ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഇത് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചരിത്രത്തിൽ പദവി രാജിവെച്ച ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ട്രിഗ്വേലിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ചരിത്രത്തിൽ പദവി രാജിവെച്ച ആദ്യത്തെ സെക്രട്ടറി ജനറൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ജൈവവസ്തുക്കളുടെ അഴുകലിന് സഹായിക്കുന്നതും മഴ പെയ്യുമ്പോൾ മണ്ണിനൊരു പ്രത്യേക ഗന്ധം നൽകുന്നതിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ജൈവവസ്തുക്കളുടെ അഴുകലിന് സഹായിക്കുന്നതും മഴ പെയ്യുമ്പോൾ മണ്ണിനൊരു പ്രത്യേക ഗന്ധം നൽകുന്നതിനും കാരണമായ ബാക്ടീരിയ ഏതാണ്? ആക്ടിനോബാക്ടീരിയയാണ് ജൈവവസ്തുക്കളുടെ അഴുകലിന് സഹായിക്കുന്നതും അതുപോലെ മഴ പെയ്യുമ്പോൾ മണ്ണിനൊരു പ്രത്യേക ഗന്ധം നൽകുന്നതിനും കാരണമായ ബാക്ടീരിയ. ഹിമാലയ പർവ്വതനിരകളിൽ ഏറ്റവും തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്നതും ബാഹ്യ ഹിമാലയം എന്നറിയപ്പെടുന്നതുമായ ശിവാലിക് കുന്നുകളുടെ ശരാശരി ഉയരം എത്ര മീറ്ററാണ്? ഹിമാലയ പർവ്വതനിരകളിൽ ഏറ്റവും തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്നത് ആരാണ്? ശിവാലിക്കാണ്. ശിവാലിക്കിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ബാഹ്യ ഹിമാലയം. ഇവയുടെ ശരാശരി ഉയരം എത്ര മീറ്ററാണ്? 900 to 1200 വരെയാണ് ശിവാലിക് കുന്നുകളുടെ ശരാശരി ഉയരം മീറ്ററിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയത് എന്നാണ്? ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയത് എന്നാണ്? 1953 മെയ് 29. 1953 മെയ് 29
ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയത്? അടുത്ത ദിവസത്തിലോട്ട് പോകാം. പ്രശസ്തമായ ഹംപി അവശിഷ്ടങ്ങൾ ഏതു നദിയുടെ തീരത്താണ്? പ്രശസ്തമായ ഹംപി അവശിഷ്ടങ്ങൾ ഏതു നദിയുടെ തീരത്താണ്? തുംഗഭദ്ര. തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഹംപി അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നത്. നേപ്പാളിൽ കർണാലി എന്നറിയപ്പെടുന്ന ബീഹാറിലെ ഛപ്രയിൽ വെച്ച് ഗംഗാനദിയുമായി സംഗമിക്കുന്നതായ പോഷക നദി ഏതാണ്? നേപ്പാളിൽ കർണാലി എന്നറിയപ്പെടുന്നതും ബീഹാറിലെ ഛപ്രയിൽ വെച്ച് ഗംഗാനദിയുമായി സംഗമിക്കുന്നതുമായ പോഷക നദി ഏതാണ്? ഘാഗരയാണ്. നേപ്പാളിൽ കർണാലി എന്നറിയപ്പെടുന്നതും ബീഹാറിലെ ഛപ്രയിൽ വെച്ച് ഗംഗാനദിയുമായി സംഗമിക്കുന്നതുമായ പോഷക നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് എവിടെയാണ്? ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്, ഗ്യാൻ ഭാരതി. ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് അല്ലെങ്കിൽ ഗ്യാൻ ഭാരതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്. ഹംപി മധ്യകാലഘട്ടത്തിലെ ഏത് പ്രബല രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്? ഹംപി മധ്യകാലഘട്ടത്തിലെ ഏത് പ്രബല രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്? വിജയനഗരം. ഹംപിയുടെ അവശിഷ്ടങ്ങൾ 1800 കണ്ടെത്തിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ ഉദ്യോഗസ്ഥൻ ആരാണ്? ഹംപിയുടെ അവശിഷ്ടങ്ങൾ 1800 കണ്ടെത്തിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ ഉദ്യോഗസ്ഥൻ ആരാണ്? കേണൽ മക്കൻസി. കേണൽ മക്കൻസിയാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ 1800 കണ്ടെത്തിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ ഉദ്യോഗസ്ഥൻ. ശത്രുക്കളുടെ ആക്രമണത്തിൽ വിജയനഗരം നശിപ്പിക്കപ്പെട്ട വർഷം എന്നാണ്? ശത്രുക്കളുടെ ആക്രമണത്തിൽ വിജയനഗരം നശിപ്പിക്കപ്പെട്ട വർഷം എന്നാണ്? 1565. 1565 വിജയനഗരം നശിപ്പിക്കപ്പെട്ടത്. 1336 വിജയനഗരം സ്ഥാപിച്ച സഹോദരന്മാർ ആരൊക്കെയായിരുന്നു? 1336 വിജയനഗരം സ്ഥാപിച്ച സഹോദരന്മാർ ആരൊക്കെയായിരുന്നു? ഹരിഹരൻ, ബുക്കൻ. ഹരിഹരനും ബുക്കനുമാണ് വിജയനഗരം സ്ഥാപിച്ച സഹോദരന്മാർ. വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു? വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു? കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരാണ് വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി. കാലഘട്ടം തന്നിട്ടുണ്ട്. 1509 മുതൽ 1529 വരെ. 1509 മുതൽ 1529 വരെയായിരുന്നു കൃഷ്ണദേവരായരുടെ ഭരണ കാലഘട്ടം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരി ഏതായിരുന്നു? വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരി ഏതായിരുന്നു? ഹംപി. ഹംപിയായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരി. അസാമാന്യ പണ്ഡിതനായിരുന്ന ഏത് വിജയനഗര രാജാവാണ് അമുക്തമാല്യത, ജാമവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചത്? അസാമാന്യ പണ്ഡിതനായിരുന്ന ഏത് വിജയനഗര രാജാവാണ് അമുക്തമാല്യത, ജാമവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചത്? കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരാണ് അമുക്തമാല്യത, ജാമവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചത്. കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിത സദസ്സ് ഏതായിരുന്നു? കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിത സദസ്സ് ഏതായിരുന്നു? അഷ്ടദിഗ്ഗജങ്ങൾ. അഷ്ടദിഗ്ഗജങ്ങളാണ് കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിത സദസ്സ്. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തിരുന്നത് വിജയനഗരത്തിലെ കോടതികൾ ഏതാണ്? ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തിരുന്ന വിജയനഗരത്തിലെ കോടതികൾ ഏതാണ്? ഗ്രാമങ്ങളിലെ കോടതികൾ. വിജയനഗരം സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരിയായ ഡൊമിംഗോ പയസ് ഏത് രാജ്യക്കാരനായിരുന്നു? വിജയനഗരം സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരിയായ ഡൊമിംഗോ പയസ് ഏത് രാജ്യക്കാരനായിരുന്നു? പോർച്ചുഗീസ്. പോർച്ചുഗീസ് രാജ്യക്കാരനായിരുന്നു ഡൊമിംഗോ പയസ്. അദ്ദേഹമാണ് വിജയനഗരം സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരി. ഭൂമി സർവേ ചെയ്തത് ഗുണനിലവാരമനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നത് ഏത് രാജ്യത്താണ്? ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരമനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നത് ഏത് രാജ്യത്താണ്? വിജയനഗരത്തിൽ. 9-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ഏത് ഭക്തകവിയാണ് പെരുമാൾ തിരുമൊഴി രചിച്ചത്? 9-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ഏത് ഭക്തകവിയാണ് പെരുമാൾ തിരുമൊഴി രചിച്ചത്? കുലശേഖര ആഴ്വാർ. ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ദക്ഷിണേന്ത്യൻ ഭക്തി കവികളിൽ വിഷ്ണു ഭക്തർ ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു? ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ദക്ഷിണേന്ത്യൻ ഭക്തി കവികളിൽ വിഷ്ണു ഭക്തർ എങ്ങനെയാണ് അറിയപ്പെട്ടത്? ആഴ്വാർമാർ. ശിവഭക്തർ എങ്ങനെയാണ് അറിയപ്പെട്ടത്? നായനാർമാർ. നായനാർമാരാണ് ശിവഭക്തർ. വിഷ്ണു ഭക്തർ ആരായിരുന്നു? ആഴ്വാർമാർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെൻറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെൻറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചെന്നൈയിലാണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് ഡീൻ എന്നറിയപ്പെടുന്ന തുഷാർ കാന്തി ഘോഷ് ഏത് പത്രത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് ഡീൻ എന്നറിയപ്പെട്ട തുഷാർ കാന്തി ഘോഷ് ഏത് പത്രത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്? അമൃത് ബസാർ പത്രിക. ലോകത്തിൻ്റെ കരവിസ്തീർണത്തിൻ്റെ എത്ര ഭാഗമാണ് ഇന്ത്യ? ലോകത്തിൻ്റെ കരവിസ്തീർണത്തിൻ്റെ എത്ര ഭാഗമാണ് ഇന്ത്യ? 1/42. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണിനം ഏതാണ്? മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ
രൂപം കൊള്ളുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി ഏതാണ്? കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗ. ഇതും നോട്ട് ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അല്ലെങ്കിൽ KSFDC ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം ഏതാണ്? കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം ഏതാണ്? സി സ്പേസ് ആണ് KSFDC ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ സർക്കാർ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം. KSFDC സ്ഥാപിതമായത് 1975-ലാണ്. പണം ഉപയോഗിക്കാതെ സാധനങ്ങൾ തന്നെ പരസ്പരം കൈമാറുന്ന സമ്പ്രദായം ഏതാണ്? പണം ഉപയോഗിക്കാതെ സാധനങ്ങൾ തന്നെ പരസ്പരം കൈമാറുന്ന സമ്പ്രദായം ഏതാണ്? ബാർട്ടർ സമ്പ്രദായം. ബാങ്കുകളുടെ പലിശ നിരക്ക് കുറയുമ്പോൾ പണത്തിൻ്റെ ചോദനത്തിന് എന്ത് സംഭവിക്കുന്നു? ബാങ്കുകളുടെ പലിശ നിരക്ക് കുറയുമ്പോൾ പണത്തിൻ്റെ ചോദനത്തിന് എന്ത് സംഭവിക്കുന്നു? പണത്തിൻ്റെ ചോദനം കൂടുന്നു. ആധുനിക സമ്പദ് വ്യവസ്ഥയിൽ പണം നിലനിൽക്കുന്ന പ്രധാന രൂപങ്ങൾ ഏതൊക്കെ? ആധുനിക സമ്പദ് വ്യവസ്ഥയിൽ പണം നിലനിൽക്കുന്ന പ്രധാന രൂപങ്ങൾ ഏതൊക്കെയാണ്? ദ്രവത്വ രൂപത്തിലും ബാങ്ക് അക്കൗണ്ടായും. ദ്രവത്വ രൂപത്തിലും ബാങ്ക് അക്കൗണ്ടായിട്ടുമാണ് ആധുനിക സമ്പദ് വ്യവസ്ഥയിൽ പണം നിലനിൽക്കുന്നത്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്ഥാപിതമായ വർഷമാണ് 1935. 1935-ലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. റിസർവ് ബാങ്ക് നിർവഹിക്കുന്നതും രാജ്യത്തെ പണത്തിൻ്റെ പ്രധാനത്തിൻ്റെ അടിസ്ഥാനവുമായ നടപടി എന്താണ്? റിസർവ് ബാങ്ക് നിർവഹിക്കുന്നതും രാജ്യത്തെ പണത്തിൻ്റെ പ്രധാനത്തിന് അടിസ്ഥാനവുമായ നടപടി എന്താണ്? കറൻസി അടിച്ചിറക്കുന്നത്. രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിലെ വിദേശ നാണയ ശേഖരത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ ആരാണ്? രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിലെ വിദേശ നാണയ ശേഖരത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ ആരാണ്? റിസർവ് ബാങ്കാണ് വിദേശ നാണയ ശേഖരത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ. കടം നൽകാനുള്ള അവസാനത്തെ അഭയസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥാപനം ഏതാണ്? കടം നൽകാനുള്ള അവസാനത്തെ അഭയസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥാപനമാണ് റിസർവ് ബാങ്ക്. ഒരു ബാങ്കിൻ്റെ കരുതൽ ശേഖരവും വായ്പയും ചേരുമ്പോൾ ലഭിക്കുന്നത് എന്താണ്? ഒരു ബാങ്കിൻ്റെ കരുതൽ ശേഖരവും വായ്പയും ചേരുമ്പോൾ ലഭിക്കുന്നതാണ് ആസ്തി അല്ലെങ്കിൽ അസറ്റ്. ഒരു സ്ഥാപനത്തിൻ്റെ ആസ്തികളിൽ നിന്ന് ബാധ്യതകൾ കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നത് എന്താണ്? ഒരു സ്ഥാപനത്തിൻ്റെ ആസ്തികളിൽ നിന്ന് ബാധ്യതകൾ കുറയ്ക്കുമ്പോൾ എന്താണ് ലഭിക്കുന്നത്? അറ്റമൂല്യം അല്ലെങ്കിൽ നെറ്റ് വർത്ത് ആണ് ലഭിക്കുന്നത്. പുനർവിൽപ്പന കരാറിന് നൽകുന്ന പലിശ നിരക്ക് എങ്ങനെ അറിയപ്പെടുന്നു? പുനർവിൽപ്പന കരാറിന് നൽകുന്ന പലിശ നിരക്ക് എങ്ങനെ അറിയപ്പെടുന്നു? റിപ്പോ നിരക്ക് എന്നാണ് അറിയപ്പെടുന്നത്. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്ക് വായ്പ നൽകുന്ന നിരക്ക് എങ്ങനെ അറിയപ്പെടുന്നു? റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്ക് വായ്പ നൽകുന്ന നിരക്ക് എങ്ങനെ അറിയപ്പെടുന്നു? ബാങ്ക് നിരക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? രാജ്യസമാചാരം. നമ്മുടെ മുമ്പുള്ള വീഡിയോസിൽ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ മലയാളത്തിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ മലയാളത്തിൽ ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി. ഗാന്ധിജിയുടെ ഏത് പത്രത്തിൻ്റെ മാതൃകയിലാണ് ആരംഭിച്ചത്? യങ് ഇന്ത്യ. രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാണ് തകഴി ശിവശങ്കരപിള്ള. തകഴി ശിവശങ്കരപിള്ളയ്ക്കാണ് രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. ആരുടെ ആത്മകഥയാണ് അഭിരാമം? അഭിരാമം എന്നത് ആരുടെ ആത്മകഥയാണ്? കെ സച്ചിദാനന്ദൻ. ഏത് മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയവരെ ആദരിക്കാനാണ് ഗോവിന്ദ സ്വരൂപ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഏർപ്പെടുത്തിയത്? ഏത് മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയവരെ ആദരിക്കാനാണ് ഗോവിന്ദ സ്വരൂപ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഏർപ്പെടുത്തിയത്? അസ്ട്രോണമി. രാജ്യത്തെ ആദ്യ പശു മ്യൂസിയത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ഏത് സംസ്ഥാനത്താണ് തുടക്കമായത്? രാജ്യത്തെ ആദ്യത്തെ പശു മ്യൂസിയത്തിന് പ്രവർത്തനങ്ങൾ ഏത് സംസ്ഥാനത്താണ് തുടക്കമായത്? ഉത്തർപ്രദേശിലാണ് രാജ്യത്തെ തന്നെ ആദ്യത്തെ പശു മ്യൂസിയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലമെൻറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലമെൻറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? നിക്രോം എന്ന് പറഞ്ഞാൽ നിക്കൽ, ക്രോമിയം, അയൺ. ഇവരുടെ ലോഹസങ്കരമാണ് നിക്രോം എന്ന് അറിയപ്പെടുന്നത്. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണ്? അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലമെൻറ്റ് നിർമ്മിക്കാനാണ്. രാജ്യത്തെ ആദ്യ അർദ്ധ അതിവേഗ തീവണ്ടി ഏതാണ്? രാജ്യത്തെ ആദ്യ അർദ്ധ അതിവേഗ തീവണ്ടി ഏതാണ്? നമോ ഭാരതാണ് രാജ്യത്തെ ആദ്യത്തെ അർദ്ധ അതിവേഗ തീവണ്ടി. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2025 പുറത്തുവിട്ട ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര? ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2025 പുറപ്പെട്ട ആഗോള
പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 102ാം റാങ്കാണ് ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത്. പട്ടികജാതി വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? പട്ടികജാതി വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ശ്രേഷ്ഠയാണ് പട്ടികജാതി വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. ദിനരാത്രങ്ങൾക്ക് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഗ്രഹം ഏതാണ്? ദിനരാത്രങ്ങൾക്ക് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഗ്രഹം ഏതാണ്? വ്യാഴം. പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കഗോൺ ആണ് ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. പാൻക്രിയാസ് ഗ്രന്ഥിയിൽ ആൽഫ കോശങ്ങളും ബീറ്റാ കോശങ്ങളും ഉണ്ട്. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ ആണെങ്കിൽ ബീറ്റാ കോശങ്ങൾ ഏതാണ്? ഇൻസുലിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശിഭിത്തി ഏതാണ്? ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശിഭിത്തി ഏതാണ്? ഡയഫ്രം. ഡയഫ്രം ഒരു സി രൂപത്തിലുള്ള ഒരു പേശിഭിത്തിയാണ്. ആൻജിന പെക്ടോറിസ് എന്ന അവസ്ഥ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ആൻജിന പെക്ടോറിസ് എന്ന അവസ്ഥ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഹൃദ്രോഗം. ഹൃദ്രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആൻജിന പെക്ടോറിസ്. തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ്? തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ്? അയോഡിൻ. അയോഡിനാണ് തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു. ആന്തരകർണത്തിൽ ഒച്ചിൻ്റെ പുറംതോടിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ആന്തരകർണത്തിൽ ഒച്ചിൻ്റെ പുറംതോടിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? കോക്ലിയ. കോക്ലിയാണ് നമുക്ക് കേൾവിക്ക് സഹായിക്കുന്ന ഭാഗം. ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് ഹരിതശ്രീ? ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് ഹരിതശ്രീ? പടവലം. പടവലം എന്ന വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് ഹരിതശ്രീ. മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ കാവ്യമായി കണക്കാക്കപ്പെടുന്ന കൃതി ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ കാവ്യമായി കണക്കാക്കപ്പെടുന്ന കൃതിയാണ് ചിന്താവിഷ്ടയായ സീത. ചിന്താവിഷ്ടയായ സീതയാണ് മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ കാവ്യമായി കണക്കാക്കപ്പെടുന്ന കൃതി. മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? വിശുദ്ധ ത്രേസ്യയുടെ ചരിത്ര സംക്ഷേപം. വിശുദ്ധ ത്രേസ്യയുടെ ചരിത്ര സംക്ഷേപമാണ് മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നത്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. മലയാളത്തിലെ പ്രശസ്തമായ പുത്തൻ കലവും അരിവാളും എന്ന കവിത രചിച്ചത് ആരാണ്? മലയാളത്തിലെ പ്രശസ്തമായ പുത്തൻ കലവും അരിവാളും എന്ന കവിത രചിച്ചത് ആരാണ്? ഇടശ്ശേരി. ഇടശ്ശേരിയാണ് പുത്തൻ കലവും അരിവാളും എന്ന പ്രശസ്തമായ മലയാള കവിത രചിച്ചത്. ശ്രീകൃഷ്ണ കഥ വിഷയമാക്കി മലയാളത്തിലുണ്ടായ ആദ്യത്തെ കാവ്യം ഏതാണ്? ശ്രീകൃഷ്ണ കഥ വിഷയമാക്കി മലയാളത്തിലുണ്ടായ ആദ്യ കാവ്യം ഏതാണ്? കൃഷ്ണഗാഥ. ആടുജീവിതം എന്ന വിഖ്യാത നോവലിൻ്റെ കർത്താവായ ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ്റെ യഥാർത്ഥ പേര് എന്താണ്? ആടുജീവിതം എന്ന വിഖ്യാത നോവലിൻ്റെ, ഇവിടെ വിഖ്യാത എന്നാണ് കേട്ടോ, ഓട്ടോ കറക്ഷനാണ്. ആടുജീവിതം എന്ന വിഖ്യാത നോവലിൻ്റെ കർത്താവായ ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ്റെ യഥാർത്ഥ പേരെന്താണ്? ബെന്നി ഡാനിയൽ. ബെന്നി ഡാനിയൽ എന്നാണ് ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ്റെ യഥാർത്ഥ പേര്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നോവൽ ഏതാണ്? ആടുജീവിതം. മലയാളത്തിലെ പ്രശസ്തമായ അയൽക്കാർ, ഭ്രാന്താലയം എന്നീ നോവലുകൾ രചിച്ചത് ആരാണ്? മലയാളത്തിലെ പ്രശസ്തമായ അയൽക്കാർ, ഭ്രാന്താലയം എന്നീ നോവലുകൾ രചിച്ചത് ആരാണ്? പി കേശവദേവ്. പി കേശവദേവാണ് അയൽക്കാർ, ഭ്രാന്താലയം എന്നീ പ്രശസ്തമായ നോവലുകൾ രചിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി സി വി കുഞ്ഞിരാമൻ്റെ നേതൃത്വത്തിൽ 1911 ആരംഭിച്ച പത്രം ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി സി വി കുഞ്ഞിരാമൻ 1911 ആരംഭിച്ച പത്രം ഏതാണ്? കേരള കൗമുദി. മലയാള സാഹിത്യത്തിലെ ഹാസ്യ സാമ്രാട്ടായ VKN സൃഷ്ടിച്ച പ്രശസ്തമായ കഥാപാത്രം ഏതാണ്? മലയാള സാഹിത്യത്തിലെ ഹാസ്യ സാമ്രാട്ടായ VKN സൃഷ്ടിച്ച പ്രശസ്തമായ കഥാപാത്രം ഏതാണ്? ഇടൂപ്പ് മുതലാളി. കഥകളിയിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്കും മുനിമാർക്കും നൽകുന്ന വേഷം ഏത് പേരിൽ അറിയപ്പെടുന്നു? കഥകളിയിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്കും മുനിമാർക്കും നൽകുന്ന വേഷം ഏത് പേരിൽ അറിയപ്പെടുന്നു? മിനുക്ക്. കളരിപ്പയറ്റിലെ ആകെ അടവുകളുടെ എണ്ണം എത്ര? 8 അടവുകളാണ് കളരിപ്പയറ്റിൽ ഉള്ളത്. റോളാൻഡ് ഗാരോസിൽ നടക്കുന്ന പ്രശസ്തമായ ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് ഏതാണ്? റോളാൻഡ് ഗാരോസിൽ നടക്കുന്ന പ്രശസ്തമായ ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് ഏതാണ്? ഫ്രഞ്ച് ഓപ്പൺ. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏതാണ്? ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏതാണ്? കോപ്പ അമേരിക്ക. കോപ്പ അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ അന്താരാഷ്ട്ര ടൂർണമെൻറ്റ് ഫുട്ബോൾ. ഇത് നോട്ട് ചെയ്ത് വെക്കണം. കാക്കദൃഷ്ടി എന്ന പോക്കറ്റ് കാർട്ടൂൺ പംക്തിയുടെ രചയിതാവ് ആരാണ്? കാക്കദൃഷ്ടി എന്ന പോക്കറ്റ് കാർട്ടൂൺ പംക്തിയുടെ രചയിതാവ് ആരാണ്? ഗോപികൃഷ്ണൻ. ഗോപികൃഷ്ണനാണ് കാക്കദൃഷ്ടി എന്ന പോക്കറ്റ് കാർട്ടൂൺ പംക്തിയുടെ രചയിതാവ്. ലോകപ്രശസ്തമായ
ഹംസവും ദമയന്തിയും എന്ന ചിത്രം വരച്ചത് ആരാണ്? ലോകപ്രശസ്തമായ ഹംസവും ദമയന്തിയും എന്ന ചിത്രം വരച്ചത് ആരാണ്? രാജാ രവിവർമ്മ. രാജാ രവിവർമ്മയാണ് ഹംസവും ദമയന്തിയും എന്ന ലോകപ്രശസ്തമായ ചിത്രം വരച്ചത്. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി ഒരു രാജ്യത്തിന് തലസ്ഥാനത്തിന് പുറത്ത് വെച്ച് മത്സരങ്ങൾ നടന്നത് എവിടെയാണ്? ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി ഒരു രാജ്യത്തിന് തലസ്ഥാനത്തിന് പുറത്ത് വെച്ച് മത്സരങ്ങൾ നടന്നത് എവിടെയാണ്? ഹിരോഷിമ. 1994 ഇത് നടന്നത്. ഹിരോഷിമയിൽ വെച്ചിട്ടാണ്. മനുഷ്യനിൽ എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത്? മനുഷ്യനിൽ എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത്? 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് മനുഷ്യനിൽ ഉള്ളത്. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമെന്നറിയപ്പെടുന്നത് ഏതാണ്? രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമെന്നറിയപ്പെടുന്നതാണ് ഹൃദയം. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ സസ്യങ്ങളെ സഹായിക്കുന്ന വർണ്ണകം ഏതാണ്? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ സസ്യങ്ങളെ സഹായിക്കുന്ന വർണ്ണകം ഏതാണ്? ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ. ഒരു ECGയിൽ QRX തരംഗം സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു ECGയിലെ QRX തരംഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വെൻട്രിക്കുലറിൻ്റെ സങ്കോചം. വെൻട്രിക്കുലറിൻ്റെ സങ്കോചമാണ് ECGയിലെ QRX തരംഗം സൂചിപ്പിക്കുന്നത്. ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തുപോകുന്ന പരമാവധി വായുവിൻ്റെ അളവ് എങ്ങനെ അറിയപ്പെടുന്നു? ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തുപോകുന്ന പരമാവധി വായുവിൻ്റെ അളവിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു? വൈറ്റൽ കപ്പാസിറ്റി. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ്? ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകളാണ് കോമ്പല്ലുകൾ. കോമ്പല്ലുകളാണ് ആഹാരവസ്തുക്കളെ കടിച്ചു കീറാൻ സഹായിക്കുന്നത്. നമ്മൾ മീറ്റൊക്കെ ആണെങ്കിൽ കടിച്ചു കീറാൻ സഹായിക്കുന്നത് ഈ കോമ്പല്ലുകളുടെ സഹായത്താലാണ്. ഹൃദയത്തിലെ ഏത് അറയുടെ ഭിത്തിയിലാണ് സൈനോ ഏട്രിയൽ നോഡ് അല്ലെങ്കിൽ SA നോഡ് കാണപ്പെടുന്നത്? ഹൃദയത്തിലെ ഏത് അറയുടെ ഭിത്തിയിലാണ് സൈനോ ഏട്രിയൽ നോഡ് അല്ലെങ്കിൽ SA നോഡ് കാണപ്പെടുന്നത്? വലത് ഏട്രിയം. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ്? ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ് ആഹാരത്തിന് ദഹനം പൂർത്തിയാകുന്നത്. നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേർന്ന ഭാഗത്തെ സന്ധി ഏതാണ്? നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേർന്ന ഭാഗത്തെ സന്ധി ഏതാണ്? കീലസന്ധി. കീലസന്ധിയാണ് നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന ഭാഗത്തെ സന്ധി. ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ എവിടെയാണ്? വൈക്കം. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കട്ടക്ക്. കട്ടക്കിലാണ് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. BCG വാക്സിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? BCG വാക്സിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷയം. ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടതാണ് BCG വാക്സിൻ. ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? വാസോപ്രസൻ. വാസോപ്രസൻ അറിയപ്പെടുന്ന പേരാണ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ജന്തുകോശങ്ങളിലെ കോശദ്രവ്യ വിഭജനത്തിലൂടെ രൂപപ്പെടുന്ന പുത്രിക കോശങ്ങളുടെ എണ്ണം എത്ര? 2. മനുഷ്യഹൃദയത്തിൻ്റെ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്? മനുഷ്യഹൃദയത്തിൻ്റെ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്? ഇടത് വെൻട്രിക്കിൾ. ഇടത് വെൻട്രിക്കിളാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്. ആർത്രൈറ്റിസ് ബാധിക്കുന്ന അവയവം ഏതാണ്? ആർത്രൈറ്റിസ് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? സന്ധികളിലാണ് ആർത്രൈറ്റിസ് ബാധിക്കുന്നത്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ്? പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ്? ഡെൻറ്റൈൻ. ഡെൻറ്റൈനാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. അതിനെ ആവരണം ചെയ്ത് സഹായിക്കുന്ന കട്ടിയുള്ള ഭാഗം ഏതാണ്? ഇനാമൽ. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന ആഗ്നേയരസത്തിലെ എൻസൈം ഏതാണ്? അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന ആഗ്നേയരസത്തിലെ എൻസൈം ഏതാണ്? പാൻക്രിയാറ്റിക് അമിലേസ്. പാൻക്രിയാറ്റിക് അമിലേസ് ആണ് അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന ആഗ്നേയരസത്തിലെ എൻസൈം. വ്യത്യസ്ത ഘടനയുള്ളതും എന്നാൽ സമാന ധർമ്മങ്ങളുള്ളതുമായ അവയവങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വ്യത്യസ്ത ഘടനയുള്ളതും എന്നാൽ സമാന ധർമ്മങ്ങൾ ഉള്ളതുമായ അവയവങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വെസ്റ്റിഗിയർ അവയവങ്ങൾ. വെസ്റ്റിഗിയർ അവയവങ്ങൾ എന്നാണ് വ്യത്യസ്ത ഘടനയുള്ളതും എന്നാൽ സമാന ധർമ്മങ്ങളുള്ളതുമായ അവയവങ്ങൾ അറിയപ്പെടുന്ന പേര്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 100 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.